ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് ഇത്തിരി ആരോഗ്യം കുറവാണ്. ഈ ഒരു കറക്കം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ജലദോഷം തുമ്മലും ഒക്കെ ആയി. നമ്മളപ്പം സാധാരണ ഷോർട്സ് അല്ലേ എപ്പോഴും ഇടാറ്. ലോങ് വീഡിയോ എന്നും പറഞ്ഞിടുന്നതും കഷ്ടി 2-2.5 മിനിറ്റ് അത്രയ്ക്കൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ചു ഒക്കെ ഒരു പക്ക പ്രോപ്പർ ലോങ് വീഡിയോ ആയിട്ട് എടുത്ത് ചെയ്യാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്താലല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മുടെ കൊച്ചിയിൽ വാട്ടർ മെട്രോ ഉണ്ടായിട്ട് ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 3-3.5 വർഷമായിട്ട് വാട്ടർ മെട്രോ തുടങ്ങിയിട്ട് എത്ര വർഷമായി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ടും എന്താ പറയുക, ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തൊരു സാധനമാണ് വാട്ടർ മെട്രോ. അപ്പോൾ റീസെൻ്റ്ലി ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എന്നോട് ഹസ്ബൻഡ് എന്ന് പറഞ്ഞത്, നമുക്കിവിടെ വാട്ടർ മെട്രോയും കാര്യങ്ങളും ഉണ്ടായിട്ട് നമ്മളെന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുമില്ല. അപ്പോൾ നമുക്ക് ഈ വീക്കെൻഡ് സൺഡേ പോവാം, എന്നിട്ട് അതാകുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസും ആവും, അതുപോലെ ഒരു വീഡിയോ എടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓക്കെ സൺഡേ രാവിലെ അതായത് ഇന്ന് രാവിലെ ഒരു 9:30 10 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആൻഡ് നമ്മൾ പോയത് ഹൈക്കോർട്ടിലേക്കാണ്. ഹൈക്കോർട്ട് മട്ടാഞ്ചേരിയാണ് ടിക്കറ്റ് എടുത്തത് വാട്ടർ മെട്രോയിൽ. ഫസ്റ്റ് ഞാൻ ക്യൂരിയസ് ആയ സാധനം തരുന്ന ടിക്കറ്റാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെട്രോ റെയിലിൽ ഇങ്ങനെയല്ലല്ലോ ടിക്കറ്റ്, മറ്റേ കൊച്ചിവൻ കാർഡുള്ളത് ഓക്കെ, അത് ATM കാർഡ് പോലെ ഇങ്ങനത്തെ സാധനമല്ലല്ലോ, മറ്റേ പേപ്പറല്ലേ ടിക്കറ്റായിട്ട് വരുന്നത്. ഇതാണെങ്കിൽ കുറച്ച് കട്ടിയായിട്ട് പേപ്പർ കാർഡാണ്, അതായത് കാർഡ് ബോർഡിൻ്റെ പീസൊക്കെ പോലെ ആ ഒരു കട്ടിയുള്ളൂ, പേപ്പർ കാർഡാണ്. പക്ഷേ സ്റ്റിൽ എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയി അത് കണ്ടപ്പം. അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്ത് കയറിയപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പം എനിക്ക് ഈ എയർപോർട്ടിലൊക്കെ പോലെ അത്ര ഹൈ സെറ്റപ്പല്ല ഞാൻ ഉദ്ദേശിച്ചത്. സ്റ്റിൽ ഇങ്ങനെ ഗേറ്റ് നമ്പേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടേ അതൊരു ഞാനതാ ഇങ്ങനെ കറങ്ങി നടന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നതാണ്. ഞാനിതറിയാണ്ട് അവിടെ കറങ്ങി നടന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. പിന്നെയാണ് മനസ്സിലായത് ഓക്കെ അവിടെ ഇരിക്കുന്നവരെല്ലാം അതൊരു ക്യൂ ആണെന്നും ക്യൂവിൽ നിൽക്കുന്നതിന് പകരം ഇരിക്കാനുള്ള ഫെസിലിറ്റി ആണെന്നും. ഇത് കണ്ടോ, ഞാനവിടെയൊക്കെ കറങ്ങി നടക്കും. അവസാനം ഞാൻ ക്യൂ കയറിയിരുന്ന് അത്യാവശ്യം നല്ലപോലെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നേ. ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് ബാക്കിൽ ഇതാ ഞാൻ പറഞ്ഞ കാർഡ് കേട്ടോ, ടിക്കറ്റാണ് ഇവരുടെ. ബാക്കിൽ ഇങ്ങനെ സ്ക്രീനിൽ ട്രെയിൻ ടൈം അതെന്തിനാ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് പോകുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു വിധത്തിലാണ് വായിച്ചെടുത്തത്. അതാണ് മറ്റേ അതൊക്കെ നോക്കി ഒരു 10-25 മിനിറ്റ് എന്തായാലും അവിടെ വെയിറ്റ് ചെയ്തേ. അങ്ങനെ ഇരുന്നപ്പം മെട്രോ വന്ന് നമ്മൾ ഹൈക്കോർട്ട് മട്ടാഞ്ചേരിയാണ് എടുത്തത്. ഹൈക്കോർട്ട് മട്ടാഞ്ചേരി, പിന്നെ ഹൈക്കോർട്ട് ഫോർട്ട് കൊച്ചി, അതൊക്കെയാണ് സർവീസ് ഉള്ളത്. അതുപോലെ നമ്മുടെ ചേരാനല്ലൂർ ഭാഗത്തേക്കൊക്കെ സർവീസ് ഉണ്ട്, പക്ഷെ അത് രാവിലെയും വൈകുന്നേരവും. എനിക്ക് തോന്നുന്നത് അങ്ങനെ തിരക്കുള്ള റൂട്ടല്ലല്ലോ, അതുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ കയറി. പിന്നെ ഈ ജലദോഷം ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. ഈ ഒരു കറക്കം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എന്താ പറയുക, വെയിൽ തട്ടിയതിൻ്റെ ആയിരിക്കണം, നല്ല തുമ്മലും ചീറ്റലും ജലദോഷമൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഈ ഇങ്ങനെ മൂക്ക് താക്കുന്ന ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. ഇതിപ്പോൾ ഇന്ന് തന്നെ ഇടണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് ഈ മെനക്കെട്ടിരുന്ന് വോയിസ് ഓവർ ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ ഹൈക്കോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്താ സാധനം എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല, പിന്നെ കണ്ടപ്പോൾ അങ്ങ് എടുത്തതാണ്. നമ്മൾ മെട്രോ കയറിയപ്പോൾ നമ്മൾ ആദ്യം അടിയായി, ഞാനും ഹസ്ബൻഡും. അവർ ആ വിൻഡോയിൽ മൊത്തം സ്റ്റിക്കർ പോലെ പരസ്യം പോലെ മുസറീസിൻ്റെ ബിനാലയുടെ ഞാൻ തോന്നുന്നു ഒട്ടിച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ പ്രോപ്പർ വിൻഡോ സീറ്റ് കിട്ടിയതും ഇല്ല, ഇങ്ങനെ അറ്റത്താണ് കിട്ടിയത്, വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, ഇതുകൂടി ഉദ്ദേശിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അടിയായി. പിന്നെ എണീറ്റ് പോയിട്ട് അപ്പുറം നിന്ന് ഒക്കെ വീഡിയോ എടുത്തതാണ് ഈ ക്ലിപ്സൊക്കെ. ഞാനിതിങ്ങനെ ഇത് കണ്ടപ്പോൾ ഞാനിപ്പോഴാട്ടോ കാണുന്നത്. ഞാൻ പറഞ്ഞ അപ്പുറത്തെ എണീറ്റ് പോയി നിന്ന് എടുത്ത വീഡിയോ കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോഴാണ് ഈ ഒരു സീന് കാണുന്നത്. അതുപോലെ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ തിരിച്ചു പോകുന്നത് എടുത്ത സമയത്ത് അതുപോലെ ഒരു ഫീൽ കിട്ടും. എനിക്കിതിങ്ങനെ കണ്ടപ്പം ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ല, ആ ബിൽഡിങ്സും കാര്യങ്ങളും ലാസ്റ്റും അതുപോലെ ഉണ്ട്. കണ്ടപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പഴയ മലയാള സിനിമകളുണ്ടല്ലോ, മോഹൻലാലിൻ്റെ ഒക്കെ, എനിക്ക് സിനിമ അങ്ങനെ പറഞ്ഞാൽ ഓർമ്മയില്ല, പക്ഷെ പഴയ മൂവീസിലൊക്കെ ഈ സോങ് സീൻസിലൊക്കെ ഗൾഫ് കൺട്രീസ് കാണിക്കില്ലേ, അതുപോലെ. അപ്പോൾ അന്നത്തെ കാലത്ത് അവിടെയൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു സെറ്റപ്പ് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള സിനിമകളിലെ പാട്ട് സീനുകളെ പോലെ ഫീൽ ചെയ്ത്, ഗൾഫ് കൺട്രീസൊക്കെ കാണിക്കുന്ന പോലെ ഫീൽ ചെയ്ത്. അൾട്രാടെക് കണ്ടപ്പോൾ എടുത്തതാണ്. ഹസ്ബൻഡ് ഇപ്പോൾ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അതാണ് അത് കണ്ടപ്പോൾ അങ്ങനെ പുള്ളി എടുത്തതായിരിക്കും അത്. പിന്നെ അങ്ങനെ പോയി ഇതേ നമ്മൾ വെല്ലിംഗ്ടൺ ഐലൻഡ് എത്തി. അതായത് ഹൈക്കോർട്ട് ടു മട്ടാഞ്ചേരി എടുത്തതിൽ ഇടയ്ക്കുള്ളൊരു സ്റ്റോപ്പാണ്. ഈ ബസ്സൊക്കെ പോലെ സർവീസാണ്.
വെല്ലിംഗ്ടൺ ഐലൻഡിൽ ഇടയ്ക്ക് ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ആരും ഇറങ്ങാനുണ്ടായിരുന്നു, കയറാൻ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ വെല്ലിംഗ്ടൺ ഐലൻഡ് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് എത്തി. ഒരു 5 to 8 minutes മാക്സിമം മട്ടാഞ്ചേരി എത്തി. ഞാനാണെങ്കിൽ ഇങ്ങനെ നമുക്ക് പോവാം, വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞായിരുന്നു മട്ടാഞ്ചേരി ആൾ മുന്നേ വർക്ക് ചെയ്ത സമയത്ത് ഇതുപോലെ മട്ടാഞ്ചേരി പോയ സമയത്ത് നല്ലൊരു ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ്, ചെറിയ കടയാണ്, ഷീറ്റൊക്കെ ഇട്ട കടയാണ്, പക്ഷെ അടിപൊളി ബിരിയാണിയാണ്. അതുപോലെ അവിടെ ഏതോ ഒരു ഷോപ്പിലെ മട്ടൻ ചാപ്സും. ഞാൻ പിന്നെ മട്ടൻ കഴിക്കാത്തതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ വീട്ടിലേക്ക് ഈ ബിരിയാണി കഴിക്കാൻ വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നട്ടുച്ച സമയത്ത്, അതായത് ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ മെട്രോ കയറുന്നത്. എന്നിട്ട് 11-11:30 ഇവിടെ മട്ടാഞ്ചേരി. അങ്ങനെ നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ മട്ടാഞ്ചേരി എത്തി കേട്ടോ. അങ്ങനെ നമ്മൾ മട്ടാഞ്ചേരി വാട്ടർ മെട്രോയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ എന്താ പറഞ്ഞു വന്ന ബിരിയാണി. എന്നിട്ട് ഈ ബിരിയാണി കഴിച്ച് നോക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ. അത്രയും വെച്ചാൽ ആ പൊരി വെയിലും സഹിച്ച് ഞാൻ ആവേശത്തോടെ പോയത് അതിന് വേണ്ടിയിട്ടായിരുന്നു. 12 ആ ഒരു സമയത്തൊക്കെയല്ലേ അവിടെ എത്തിയത്. അപ്പം നല്ല ചൂടായിരുന്നു, നല്ല ബോണായിട്ട് നീറാൻ തുടങ്ങി കുറച്ച് മുഖത്തൊക്കെ. എന്നിട്ട് നമ്മൾ മട്ടാഞ്ചേരി എന്നെയാണെങ്കിൽ ഈ ബിരിയാണി കഴിക്കാനും ആ ഒരൊറ്റ പോക്കിൽ ഞാൻ മട്ടാഞ്ചേരി വാട്ടർ മെട്രോയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നടക്കുക. ബിരിയാണി കട കൂട്ടത്തിൽ സൈറ്റ് സീയിങ് ആയല്ലോ, അങ്ങനെ ഇങ്ങനെ നടക്കുവാണ്. എനിക്ക് അപ്പുറത്തെ മെട്രോ കയറുമ്പോഴും ഉണ്ടായിരുന്നു, എനിക്ക് ഈ കമ്പി ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ അത് കഴിഞ്ഞാൽ അതിങ്ങനെ മറ്റേ റെയിൽ മെട്രോയിലൊക്കെ അതിങ്ങനെ ഓപ്പൺ ആവില്ല. ഇതിങ്ങനെ നമ്മൾ അതിങ്ങനെ തള്ളി നീക്കി പോകണം. അങ്ങനെ അതായത് ടിക്കറ്റ് ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ മൂവ് ആകണം. എന്നുവെച്ചാൽ നമ്മൾ ഫ്രഷായിട്ട് മൂവ് ചെയ്യണം. ഞാൻ വീട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മെട്രോയിൽ ഞാൻ ആദ്യമായിട്ട് ബുദ്ധിമുട്ട് എല്ലാവരും അതിന് മേടിക്കണമെന്നില്ലായിരിക്കും. അപ്പോൾ എന്താ ബിരിയാണി കിട്ടുമല്ലോ, ഈ ബിരിയാണി കഴിക്കാനെന്നും പറഞ്ഞിട്ട് ഞാൻ എന്നോട് പറഞ്ഞാൽ ഇങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ഫോർട്ട് കൊച്ചി സൈഡിലേക്ക് പോകണം, അപ്പോൾ പോകുന്ന വഴിക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുക. നമ്മൾ ഈ മെട്രോൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരാൾക്കൂട്ടം. അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോൾ മട്ടാഞ്ചേരിയുടെ മാപ്പ്. ഇത് ആ മൂലയ്ക്ക് അത് സീ സൈഡിൽ അവിടെയാണ് യു ആർ ഹിയർ പറഞ്ഞിട്ട് മാർക്കില്ല. അങ്ങനെ ഇത് എന്തോ എനിക്കറിയത്തില്ല, യൂസ്ഫുള്ളായിരിക്കും ഈ അങ്ങനെ പക്ക സൈറ്റ് സീയിങ് ട്രിപ്പായിട്ടൊക്കെ വരുന്നവർക്ക് യൂസ്ഫുള്ളായിരിക്കുമല്ലേ. എന്നിട്ട് അങ്ങനെ ഇറങ്ങി നടക്കുവാണ്. ബിരിയാണിയാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. അങ്ങനെ നമ്മൾ നടന്ന് മെട്രോ സ്റ്റേഷൻ അടിപൊളിയാണ് കേട്ടോ. എൻ്റെ നേരെ കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ. എനിക്കിതുപോലെ അപ്പുറത്തെ സൈഡിൻ്റെ ആ നേരെയുള്ള റോഡുണ്ട്, ഈ ഒരു പോർഷൻ ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ. നമ്മൾ ഈ പോണ്ടിച്ചേരിയൊക്കെ ഇല്ലേ, അതുപോലെ ഫീൽ ചെയ്തു. എന്നുവെച്ചാൽ അവിടെ ഈ ഒരു വൈബ്, ഈ ഒരു ലുക്ക്, എന്താ പറയുക, അറ്റ്മോസ്ഫിയറും ആ ഒരു ചുറ്റുമരങ്ങളും വാൾസിലൊക്കെ പെയിൻസും അതിലൊക്കെ അതൊക്കെ എഴുതിയിട്ട് ഇങ്ങനത്തെ ആ ഒരു പോണ്ടിച്ചേരി പോലെ ഉണ്ടായിരുന്നു. ഈ 20 റുപ്പീസ് പെർഫ്യൂം കണ്ടപ്പോൾ ഞാൻ മര്യാദയ്ക്ക് ചോദിച്ച് വേണമെന്ന്. അപ്പം മൈൻഡ് ആക്കാതെ പോയി. അത് കഴിഞ്ഞ് ഫ്രണ്ടിൽ പോയപ്പോഴാണ് ഞാൻ ഒന്നും കൂടി നമുക്കത് എടുത്താലോ എന്ന് പറഞ്ഞപ്പോൾ ആളും പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ആ കടയിൽ കയറി കുറച്ച് സാധനങ്ങൾ എടുക്കുന്നുണ്ട്. അത് അപ്പോഴത്തേക്ക് മൈക്കൊക്കെ ഇട്ട് സെറ്റാക്കി അതൊന്ന് കേട്ടു. അതുപോലെ ഞാൻ വോയിസ് ഓവർ ഇവിടെ നിർത്തുകയാണ്. ഇനിയിപ്പോൾ കുറച്ചൊക്കെ ഇതിൽ തന്നെ വോയിസും കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എന്തായാലും ഒന്ന് കാണും കേട്ടോ. ഒരു ഏതാ സുൽത്താൻ. ഇതെടുത്ത് ഞാൻ ഇതൊന്നും എടുത്തല്ല, ഇതൊന്നേ അല്ല ശരി.
ഇത് നോക്കി അവർ ലൈഫ് ചർച്ച് മട്ടാഞ്ചേരി പള്ളിയുടെ ഇവിടെ വലിയ പള്ളിയാണ്. ചൂടൊക്കെ മോരുവെള്ളം കുടിക്കുന്നേ ഉണ്ണി മയക്കൊണ്ടോ കേക്കട്ടെ മോരുവെള്ളം എനിക്ക് ഇതുണ്ട് റെക്കോർഡ് നിൽക്കി ഇപ്പൊ ആ ചാക്ക് നിറയെ സാധനമില്ല, ചാക്കിന്റെ അടിയിൽ താഴെ. പക്ഷെ നമുക്ക് കുഞ്ഞിക്കുരു ഉണ്ട്, മഞ്ഞാടിക്കുരു ഉണ്ട്, ഇനി വീണ്ടും മഞ്ഞാടിക്കുരു, മാഗ്നറ്റ് ഒക്കെ സ്പൈസസിന്റെ ഞാന് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കാണുമ്പോ ചാക്ക് നിറയെ അതാണെന്ന് വിചാരിക്കും, ആക്കിയിട്ട് അതിന് മാത്രമേ ഉള്ളൂ. പിക്കാതൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പം ബിരിയാണി കട തുറന്നില്ലെങ്കിലോ, അതുകൊണ്ടെങ്കിലോ സർബത്ത് കൊള്ളത്തില്ലായിരുന്നു. ഇത് ഓസ്ട്രേലിയന്റെ മതിലായിരുന്നു. അതാണ് ഈ നിങ്ങൾക്ക് മുസറീസ് മനസ്സിലായോ? നമ്മൾ മറ്റേ നോർത്ത് കോറിയയിൽ മറ്റേ ഇവിടെ പോയില്ലായിരുന്നു ജ്യൂസിന്റെ പള്ളി, അതിപ്പം ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ഇങ്ങനെ റിനോവേഷനൊക്കെ ചെയ്ത് സെറ്റാക്കിയതാണ്. അത് ഈ മുസറീസ് ആ ടീമാണ്. ഇതെന്താ? ഓ, ട്രെയിനൊക്കെ ഇരിക്കുന്നു, കുട്ടി ട്രെയിൻ. അത് ബാലൻസിയാക അങ്ങനെ കലയിലെല്ലാം ഉണ്ടാവും. അപ്പ് ഇതെന്താ ഈ സമൃദ്ധിയായിട്ട് കുറ്റി? ഈ സമൃദ്ധി എന്തൊരു കാശ്, ഇത്തിരി ആശ്വാസം കിട്ടി. KB ജേക്കബ് റോഡ്, KB ജേക്കബ് എവിടെയോ ചാറ്റ് ഷോപ്പ്. ലൈവായിട്ട്
ഇല്ല, ശ്രദ്ധിച്ചില്ല. അവന്റെ വരവ് നോക്കിയോ, ഗാന്ധിക പ്രൗഢ അവന്റെ വരവേ.